ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക. ഇതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും നാളും ആക്രമണം ഒരു സൈഡിൽ നടക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായിരുന്നത്. ഇസ്രായേലും അമേരിക്കയും തകൃതിയായിട്ട് ഇറാൻ്റെ ഉള്ളിൽ പോയി അറ്റാക്കുകൾ നടത്തുന്നു, അതും മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്ന ഒരു ശൈലിയാണ് ഇതുവരെ നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇറാൻ ശക്തമായ രീതിയിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ മെയിനായിട്ട് ഇന്നലെ ഒമാനെ വരെ ടാർഗറ്റ് ചെയ്ത് ഒമാനിലുള്ള അമേരിക്കയുടെ സ്റ്റോറേജ് ഹബ്ബുകൾ വരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഒമാനാണെങ്കിൽ എടാ ഞാനല്ലേ നിനക്ക് മീഡിയേഷൻ നടത്തി വെച്ചത്, നീ എന്നെ തന്നെ അറ്റാക്ക് ചെയ്യുന്നത് എന്ത് എന്നുള്ള ചോദ്യം ഒമാൻ ഇറാൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇറാൻ ആണെങ്കിൽ ഞാൻ കട്ടക്കലിപ്പിലാണ്, ഒന്നാമതേ ആയത്തുൽ ഖമനേയി കൊല്ലപ്പെട്ട സാഹചര്യമാണ്, ഞങ്ങൾ റെഡ് ഫ്ലാഗ് ഉയർത്തിയിട്ടുണ്ട്. റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മോസ്ക് ഉണ്ട്, ആ മോസ്കിൽ ജംഖാന മോസ്ക്, ആ മോസ്കിൽ റെഡ് ഫ്ലാഗ് ഉയർത്തി കഴിഞ്ഞാൽ യുദ്ധം എന്നുള്ളതാണ് അർത്ഥം. യുദ്ധ കാലഘട്ടത്തിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി റെഡ് ഫ്ലാഗ് താഴെ ഇറക്കുന്നവരെ ഇറാൻ യുദ്ധത്തിൻ്റെ പാതയിലാണ്. അതാണ് അവർ കൊടുക്കുന്ന മെസ്സേജ്. മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ നല്ല ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ എവറി ഡേ, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലാണ് കൂടുതൽ മിസൈൽ വരുന്നത്. ഏറ്റവും കൂടുതൽ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് UAE-യിലേക്കാണ്. ഇതിനെ തുടർന്ന് ഇറാൻ ഇന്നലെ 4 ഹൈപ്പർസോണിക് മിസൈൽ അമേരിക്കയുടെ വാർഷിപ്പുകൾക്ക് നേരെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അമേരിക്കയുടെ വാദം. ഇന്നലെ ഒരു വാർത്ത മെർജ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് മാധ്യമങ്ങൾ നറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളും അത് അങ്ങനെ തന്നെയാണ് അവതരിപ്പിച്ചിരുന്നത്, കാരണം നമുക്ക് അതിനകത്ത് ക്ലാരിറ്റി കിട്ടിയില്ല. നമ്മൾ മാത്രമല്ല പല മാധ്യമങ്ങളും ഇത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. സെൻകോം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 3 അമേരിക്കൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതേസമയം 5 പേർക്ക് ഇഞ്ചുറി ആയിട്ടുണ്ട്. ഇത് സംഭവിച്ചത് അമേരിക്കയിലെ വിവിധ ബേസുകളിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. വിവിധ ബേസുകളിൽ അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊട്ടാകെ ബേസ് ഉണ്ടല്ലോ, ആ മിലിറ്ററി ബേസുകളിൽ നടത്തിയ ആക്രമണങ്ങളിലാണ് ശരിക്കും ഈ സോൾജേഴ്സിന് ഇഞ്ചുറി ആയതും 3 പേർ കൊല്ലപ്പെട്ടതും. അല്ലാതെ അമേരിക്കൻ വാർഷിപ്പുകളുടെ മേളിൽ ഒരു രീതിയിലുള്ള ആക്രമണങ്ങളും സംഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ക്ലാരിറ്റി ഇപ്പം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ബേസുകളിൽ നടത്തിയ അറ്റാക്കിലാണ് ഈ അമേരിക്കൻ സോൾജേഴ്സ് 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്, 5 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നത്. ഇന്നലെ രാത്രി ഒരു 10 മണിയോടുകൂടി ടെൽ-അവീവിൽ വീണ്ടും ഒരു മിസൈൽ പതിച്ചിട്ടുണ്ട്. ഈ മിസൈൽ പതിച്ചതിൽ തീർച്ചയായിട്ടും നാശനഷ്ടങ്ങളുണ്ട്, ഇല്ലാന്നില്ല. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ബേറ്റ് ഷിമാസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മിസൈൽ പതിച്ചത്. 40ഓളം വീടുകൾക്ക് ആഘാതമേറ്റിട്ടുണ്ട്. അതിൽ 20ഓളം വീടുകൾ ടോട്ടലി വൈപ്ഡ് ഔട്ട് ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ബങ്കർ സിസ്റ്റം ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കാഷ്വാലിറ്റീസ് കുറയുന്നുണ്ട്. അത് മാത്രമാണ് ഇതിനകത്തുള്ള ഒരു പ്ലസ് പോയിന്റ്. പക്ഷേ മിസൈലുകൾ വരുന്നത് കൊണ്ട് കെട്ടിടങ്ങൾക്കും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചേഴ്സിനും വലിയ ബിൽഡിങ്ങുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കുന്നത് അതും ഒരു തരത്തിൽ നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൽ വളരെ നാരോ ലാൻഡാണ്, ചെറിയൊരു ലാൻഡാണ് കമ്പയർ വിത്ത് ഇറാൻ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇസ്രായേലിനുണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. പക്ഷേ ഈ ദൗത്യം ഇവർ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ ആ ഒരു മൊറാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്ന പേരിലാണ് ഈ യുദ്ധം ഇപ്പം മുന്നോട്ട് പോകുന്നത്. അമേരിക്കയും ഇസ്രായേലും മാസീവായിട്ടുള്ള അറ്റാക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മാസീവായിട്ടുള്ള അറ്റാക്ക്, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള അറ്റാക്ക് ആയിരിക്കും ഇനി ഇറാൻ്റെ ഉള്ളിൽ നടത്താൻ പോകുന്നത്. കാരണം ഇറാൻ വളരെ അഗ്രസീവായിട്ട് പെരുമാറുന്നത് കൊണ്ട് തന്നെ IRGCയുടെ സുപ്രീം ലീഡറായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയിയെ വധിച്ചതിനെ തുടർന്ന് ഇറാൻ്റെ ഉള്ളിൽ പുതിയ നേതാവിനെ തെരഞ്ഞെടുത്ത് അവർ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ വീണ്ടും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഒട്ടാകെ അമേരിക്കൻ ബേസുകൾക്ക് നേരെ നടത്താൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. മിസൈൽ മാത്രമേ അവരുടെ പക്കലുള്ളൂ, അത് അവർ വളരെ എഫക്റ്റീവായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2600 മുതൽ 2800 ആൾമോസ്റ്റ് ലെസ് ദൻ 3000 മിസൈലുകൾ അവരുടെ പക്കലുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ ഏതാണ്ട് ഇസ്രായേലിലേക്കാണെന്നുണ്ടെങ്കിൽ 9ാമത്തെ വേവ് ഓഫ് അറ്റാക്കാണ് അവർ നടത്തുന്നത്. 9ാമത്തെ വേവ് ഓഫ് അറ്റാക്ക്, അതായത് ഈ വളരെ ഷോർട്ട് പീരീഡിൽ ഇന്നലെയും ഇന്നും വിതിൻ 24 അവേഴ്സിലാണ് അവർ 9th വേവ് ഓഫ് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തവണ അവർ അയക്കുന്നത് കുറഞ്ഞത് 40 മിസൈലുകൾ ഉണ്ടാവും മിനിമം. അത് ആ രീതിയിലാണ് അവർ മിസൈൽ ഡിപ്ലോയ് ചെയ്യുന്നത്. റേസ പേലവി ആണെങ്കിൽ പുതിയ കോമഡിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. റേസ പേലവിക്ക് ഒരു പിന്തുണയുണ്ട്, റേസ പേലവിക്ക് ഒരു പാരമ്പര്യമുണ്ട്, അതെല്ലാം ഓക്കെയാണ്. ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വന്ന ഉടനെ തന്നെ റേസ പേലവി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ആ പോസ്റ്റ് വേറെ ഒന്നുമില്ല, IRGC റെജിം നിങ്ങൾ പവർ, രാജ്യത്തിൻ്റെ പവർ കംപ്ലീറ്റ് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് നിങ്ങൾക്ക് സ്ഥലമിടാം എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയാണ് പുള്ളിക്കാരൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒമാനിലുണ്ടായിരുന്ന അമേരിക്കൻ ലോജിസ്റ്റിക് ഹബിനെ അറ്റാക്ക് നടത്തിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒമാൻ ഇറാൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് ഒമാന് കൊടുത്ത മറുപടി വേറെ ഒന്നുമില്ല, നീയും അമേരിക്കൻ സപ്പോർട്ടറാണ്, നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട, അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്ക്, ഞങ്ങൾക്ക് അറിയാം എവിടെയൊക്കെ അറ്റാക്ക് നടത്തണം എന്നുള്ളത്. അമേരിക്കൻ ബേസ്, അമേരിക്കൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംഗതികളുണ്ടെങ്കിലും ഞങ്ങൾ അടിക്കും, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അതിലുപരിയായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ
3 ടാങ്കർ ഷിപ്പുകൾക്ക് നേരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇറാൻ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒരു ഇടുങ്ങിയ പാതയാണ്. ഈ പാതയിൽ ഒരുപാട് ടാങ്കർ ഷിപ്പുകൾ നിർത്തിവെച്ചിട്ടുണ്ട്, ആങ്കർ ചെയ്തിട്ടുണ്ട്. കാരണം ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞ ഈ ഒരു ഇടുങ്ങിയ പാത ക്ലോസ്ഡ് ആണ്. ഇപ്പം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ രാവിലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് യൂസ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ജർമ്മൻ കമ്പനിയൊക്കെ ഇത് ക്ലോസ് ചെയ്ത് പോയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നിർത്തിവെച്ചിരിക്കുന്ന, അതായത് ഓരോ രാജ്യങ്ങളുടെയും പോർട്ടിൽ നിർത്തിവെച്ചിരിക്കുന്ന ടാങ്കർ ഷിപ്പുകളെ, റെസ്റ്റിലിരിക്കുന്ന ടാങ്കർ ഷിപ്പുകൾക്ക് മേളിലാണ് ഇറാൻ ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിനും ഞങ്ങൾ അടിക്കും, എനിക്കൊന്നും നോക്കണ്ട, ഒരുത്തനെ എനിക്ക് നോക്കേണ്ടതില്ല, ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ എനിക്ക് നോക്കേണ്ടതില്ല, ഞാൻ തലങ്ങും വിലങ്ങും അടിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇറാൻ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കട്ട കലിപ്പിലാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അത്തരത്തിലാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. ഇപ്പൊ ഇന്നലെ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്തതിൽ കുവൈറ്റ് ബേസ് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. കുവൈറ്റിന്റെ എയർ ബേസിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ബഹ്റൈന്റെ ബേസ്, UAE, സൗദി, ഒമാൻ, ജോർദാൻ, സിറിയ ആൾസോ അറ്റാക്ക്ഡ്. ഇത്തരത്തിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതേസമയം ഈ സിറിയക്കുള്ളിലൊക്കെ അറ്റാക്ക് നടത്തിയതിൽ ഇറാഖിലുള്ള ഇറാൻ അനുകൂല ചില ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ട്. അവരാണ് ഇറാന് പകരം ആക്രമണം നടത്തിയത്. ഇത് തിരിച്ചറിഞ്ഞ അമേരിക്ക അവർക്ക് നേരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇറാഖിൽ ഇന്നലെ അമേരിക്ക അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഈ ചെറിയ ചെറിയ ടീമുകളുണ്ട്, ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകൾ. അവർ ത്രൂ ആണ് ഇറാൻ ഇതിനു മുമ്പ് ആയുധം കടത്തി സിറിയക്കുള്ളിൽ വിട്ട് സിറിയ ത്രൂ ലെബനന്റെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടിരുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ മിസൈലുകൾ വിന്യസിക്കപ്പെട്ടത് UAE-ലോട്ടാണ്. 137 മിസൈലുകളാണ് ഇന്നലെ അയച്ചിരുന്നത്. ഡ്രോൺ മാത്രം 209 ഡ്രോണുകളാണ്. പക്ഷേ UAE വളരെ എഫക്റ്റീവായിട്ട് തന്നെ അതിന്റെ മേജർ പോർഷൻസ് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. വളരെ എഫിഷ്യന്റ് ആയിട്ട് തന്നെ UAE അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഖത്തറിൽ 66 മിസൈലുകളാണ് സോഫാർ. ബഹ്റൈനിൽ 45 മിസൈലുകൾ, 9 ഡ്രോണുകൾ. ഈ കണക്കിലാണ് അറ്റാക്കുകൾ. അബുദാബിയിലെ പോർട്ട് സയ്യിദ് എന്ന് പറഞ്ഞ പോർട്ട് ഇറാൻ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പോർട്ട് സയ്യിദ്, ഈ പോർട്ട് സയ്യിദ് എന്ന് പറയുന്നത് അബുദാബിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചരക്ക് ഗതാഗതത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന, ആ രാജ്യത്തിന്റെ ശരിക്കും UAE-യിലെ അബുദാബിയുടെ ഒരു ഹാർട്ട് എന്ന് തന്നെ പറയാം, അത്തരത്തിലുള്ള ഒരു പോർട്ടാണിത്. ആ പോർട്ട് ഇപ്പൊ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്, കാരണം പാർഷ്യലി ഡാമേജ്ഡ്. അതുപോലെ UAE-യുടെ ഓയിൽ റിഗുകൾ, UAE-ക്ക് ഈ കടലിന്റെ ഉള്ളിലായിട്ട് ഒരുപാട് ഓയിൽ റിഗുകളുണ്ട്. ഈ ഓയിൽ റിഗുകളെല്ലാം തന്നെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇറാൻ. അതുപോലെ ദുബായ്ക്കുള്ളിൽ ജൂവിഷ് താമസിക്കുന്ന ബിൽഡിങ്സ്, ആ ബിൽഡിങ്ങുകളാണ് ഇവർ ഡ്രോൺ വെച്ച് ടാർഗറ്റ് ചെയ്യുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ UAE-യുടെ ബേസിൽ, എയർ ബേസിൽ വർക്ക് ചെയ്യുന്ന ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ, അക്കോമഡേഷൻ, ഇതൊക്കെയാണ് ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ എന്നാലും UAE അതുപോലെ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇറാൻ റെസിഡൻഷ്യൽ കോംപ്ലക്സുകളെ ടാർഗറ്റ് ചെയ്യുന്നത് ശരിയായ നടപടിയല്ല, അതിൽ നിന്നും വിട്ടു നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ആണെങ്കിൽ എനിക്ക് കണ്ണു മൂക്കൊന്നും കാണാൻ വയ്യ, ഞാൻ ശരിക്കും പറഞ്ഞാൽ റെസിഡൻഷ്യൽ എന്നോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ബിൽഡിങ്ങുകളിൽ നിന്നോ ഒന്നും നോക്കുന്നില്ല, തലങ്ങ് വിലങ്ങ് ഞാൻ അറ്റാക്ക് നടത്തും, വേറെ ഒരു മാർഗ്ഗമില്ല എന്നാണ് ഇറാൻ പറഞ്ഞിട്ട് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരുത്തനും സംസാരിക്കാൻ വരണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ അറബ് രാജ്യങ്ങൾ ഒരുത്തനും ഇറാനുമായിട്ട് സംസാരിക്കാൻ വരണ്ട, ഞാൻ നല്ല ദേഷ്യത്തിലാണ്, ആ രീതിയിലാണ് അറ്റാക്ക്. എക്സ് പ്രസിഡന്റ് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന വാർത്ത വരുന്നുണ്ട് ഇറാന്റെ ഉള്ളിൽ നിന്നും. അതുപോലെ ഇറാന്റെ ലഫ്റ്റനന്റ് ജനറൽ മൗസവി കൊല്ലപ്പെട്ടിട്ടുണ്ട്, ആ വാർത്തയും കൂടി വരുന്നുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ടാണ്. എർദോഗൻ ആണെങ്കിൽ ഭയങ്കര ഡിപ്ലോമാറ്റിക് സ്റ്റേറ്റ്മെന്റ് ആണ്. എർദോഗൻ മുങ്ങിയിരിക്കുകയാണ് ശരിക്കും. ഇന്നലെ രാവിലെ പുള്ളിക്കാരൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇറാൻ ഞങ്ങളുടെ നെയ്ബർ രാജ്യങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നത് ശരിയല്ല, അതിലെനിക്ക് വല്ലാത്ത വിഷമമുണ്ട്, ഇറാൻ ആക്രമണം നിർത്തണം, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേൽ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തണമെന്നാണ് എർദോഗന്റെ അഭ്യർത്ഥന. പക്ഷെ അതേസമയം എർദോഗൻ അമേരിക്കയ്ക്കെതിരെയും ഇസ്രായേലിനെതിരെയും സ്റ്റേറ്റ്മെന്റുകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇറാന്റെ ഇന്റർണൽ സെക്യൂരിറ്റി ഓഫീസ് അടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട് ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്നിട്ട്. അതുപോലെ മുഹമ്മദ് ബാസ്തി എന്ന് പറഞ്ഞ ഒരു വ്യക്തി എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വ്യക്തി അമേരിക്കയുടെ വാണ്ടഡ് ലിസ്റ്റിലുള്ള ആളാണ്. അമേരിക്കയുടെ വാണ്ടഡ് ലിസ്റ്റിലുള്ള മുഹമ്മദ് ബാസ്തിയെ ഞങ്ങൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് IDF കൺഫേം ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ പൗരന്മാർ മിഡിൽ ഈസ്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഡിപ്ലോമാറ്റ്സ്, നിങ്ങൾ തീർച്ചയായിട്ടും ഹോട്ടലുകളിൽ അക്കോമഡേഷൻ എടുത്ത് താമസിക്കരുത്, അത് അപകടകരമാണ് എന്നാണ് അമേരിക്കയിൽ നിന്നും കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ്. അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ തുടരെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേലിൽ കനത്ത ആക്രമണം നടത്തുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഒമാൻ വിൽ ബി ടാർഗറ്റഡ്. അതുപോലെ, കാരണം ഒമാൻ വളരെ അടുത്തിരിക്കുന്ന രാജ്യമാണ്. അതുപോലെ UAE, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ്, ഈ ലൈനിൽ കിടക്കുന്ന ഈ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. പക്ഷെ അതിലും എസ്പെഷ്യലി UAE, ഒമാൻ വളരെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്, UAE-യും ഒമാനും ഇറാനുമായിട്ട്. അപ്പോൾ അത്തരത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ മിസൈൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അപ്പോൾ ഇറാൻ ഒരു സർപ്രൈസ്ഡ് മാനറിലാണ് അറ്റാക്ക് നടത്തുന്നത്, റിറ്റാലിയേഷൻ എന്നുള്ള മാനറിലാണ് അവരുടെ ആക്രമണം. പക്ഷേ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇറാനിന് മേളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ കരുതി കൂട്ടി നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലും അമേരിക്കയും എടുക്കുന്ന ഓരോ ട്രിപ്പിലും വൻ നാശനഷ്ടങ്ങളാണ് ഇറാന്റെ ഉള്ളിൽ സംഭവിക്കുന്നത്. അതായത് ഇവരുടെ മിസൈൽ ഡിപ്പോ, അതുപോലെ തന്നെ ഇവരുടെ മിസൈൽ മാനുഫാക്ചറിങ് സ്ഥാപനങ്ങൾ, അതുപോലെ ഇവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് സൈറ്റുകൾ, ഇതെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്ത് ഇത്തവണ അടിച്ച് തറ പറ്റിച്ചിട്ടേ ഈ ഇസ്രായേലും അമേരിക്കയും ഈ ദൗത്യം അവസാനിപ്പിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് IRGCയുടെ റെജീമാണ് ഇവരെ ഉന്നം വെക്കുന്നത്. അപ്പൊ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ ഈ റെജീം ചേഞ്ച് നടക്കുന്നത് വരെ നടത്തും, അത് ഉറപ്പാണ്. ഇറാൻ എത്രത്തോളം റിറ്റാലിയേറ്റ് ചെയ്താലും അവർക്ക് ഈ മിസൈൽ മാത്രമേ വിടാൻ കഴിയുന്നു എന്നുള്ളത് അവരുടെ ഒരു പരിമിതിയാണ്. ശരിക്കും അവർക്കൊരു ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് വന്ന് കൃത്യമായിട്ട് പ്രിസിഷൻ സ്ട്രൈക്ക് അറ്റാക്കുകൾ നടത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ എത്രത്തോളം മിസൈലുകൾ വിട്ടാലും മാക്സിമം ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അത് അവർക്ക് ഹ്യൂജ് ലോസ് ആണ്. ഹ്യൂജ് ലോസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണക്ക് കൂട്ടൂ, 9 റൗണ്ട് മിസൈലാണ് ഇറാൻ ഇസ്രായേലിലേക്ക് വിട്ടിരിക്കുന്നത്. വീണത് എത്ര? 3-4 മിസൈലുകൾ. ഇതാണ് ഇതിനകത്തുണ്ടാകുന്ന ഏറ്റവും വലിയൊരു വ്യത്യാസം. ഈ വ്യത്യാസം ചെറുതല്ല, ഇത് ഇറാനുണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതാണ്. ഇസ്രായേലിനുണ്ടാക്കുന്ന നഷ്ടം അത് അവിടെ ഇരിക്കട്ടെ, അത് അവർ നികത്തിക്കോളും. കാരണം അവരെല്ലാം സേഫായിട്ട് ബങ്കറിനുള്ളിലാണ്. കാഷ്വാലിറ്റി തന്നെ വളരെ കുറവായിട്ടാണ് ഇസ്രായേലിനുള്ളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും ഫർദർ ഡെവലപ്മെൻറ്റ്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.